ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു സർക്കാർ. അന്വേഷണം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചതാണെങ്കിലും അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവിൽ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം എന്ന് പ്രത്യേകം പറയുന്നില്ല. അതേസമയം അജിത് കുമാർ ഉന്നയിച്ച പരാതി അന്വേഷിക്കണമെന്ന് ഉത്തരവിലുണ്ട് താനും. ആരോപണത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഭരണകക്ഷി MLA ആയ PV അൻവർ ഉന്നയിച്ചത്. തൊട്ടുപിന്നാലെ ആരോപണത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. രാത്രി DGPയുമായി ചർച്ച നടത്തിയ ശേഷം അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു. എന്നാൽ ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ സ്ഥാനത്തു നിന്നും മാറ്റാൻ തയ്യാറാകാതെ സംരക്ഷിക്കുകയായിരുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന DGPയുടെ നിർദ്ദേശവും അട്ടിമറിക്കപ്പെട്ടു. ഇന്നു രാവിലെ അന്വേഷണ സംഘം രൂപീകരിച്ചിറക്കിയ ഉത്തരവിലും MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിച്ചു. PV അൻവർ ഓഗസ്റ്റ് 23 നൽകിയ പരാതിയിലും തുടർന്നുള്ള ആരോപണങ്ങളിലും സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മാത്രമാണ് ഉത്തരവിലുള്ളത്. MR അജിത് കുമാറിനെതിരെ അന്വേഷണം എന്നത് ഉത്തരവിൽ വരാതിരിക്കാനും സർക്കാർ ശ്രദ്ധിച്ചു. അതേസമയം MR അജിത് കുമാർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആവശ്യം. ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നാണ്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി നിങ്ങളെന്ന്? ആ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അഡീഷണൽ ADGP ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. MR അജിത് കുമാറിനെ സ്ഥാനത്തു നിന്നും മാറ്റിയാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മാറ്റേണ്ടി വരും. ഇതിനാലാണ് അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകാത്തതെന്നാണ് സൂചന. സർക്കാർ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷവും BJPയും ഉന്നയിക്കുന്നത്. 24 തിരുവനന്തപുരം.